ശ്രീ ജേക്കബ് ജോർജ്, നമുക്കറിയാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ച അൻവർ ഇന്നത്തോടെ എന്താണ് പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ കണ്ടു. ഈ അൻവറിസം ഇങ്ങനെ അവസാനിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വോട്ടിടൽ നടക്കുന്ന ദിവസത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ, നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള തീയതി പോലും ആകുന്നതിന് മുൻപ് തന്നെ ആ അൻവർ തന്നെ അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയോ? അൻവർ ഏറെക്കുറെ അവസാനിച്ച് കഴിഞ്ഞു എന്ന് കണക്കാക്കാം. അൻവറിൻ്റെ നമ്മൾ പറയുന്നതല്ല, ഈ ചരമക്കുറിപ്പ് എന്നൊക്കെ പറയുകയല്ലേ, ഒരു 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 നമ്മുടെ ലിറ്റററി ഒരു പ്രയോഗമായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാവുന്ന തരത്തിലേക്ക് അത് അദ്ദേഹം തന്നെയാണ് ആ കുറിപ്പ് എഴുതിയത് എന്നതാണ്. സങ്കടകരമാണ്. ഒരു കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഞാണിന്മേൽ കളി കളിച്ച് കളത്തിൽ നിന്ന് പുറത്താവുന്ന ഒരാളേ ഉള്ളൂ. സമകാലിക കേരള രാഷ്ട്രീയത്തിൽ നമുക്കൊക്കെ അറിയാം. എങ്ങും ഗതി കിട്ടാതെ അവസാനം BJP-യിൽ ഒതുങ്ങിച്ചേർന്ന ആൾ. ഇതുപോലെയാണ് രണ്ട് കക്ഷികളെയും. ആദ്യം കെ മാണിയുടെ കൂടെ നിന്നു അദ്ദേഹം. PC ജോർജിൻ്റെ കാര്യമാണല്ലേ ഞാനീ പറയുന്നത്. വെല്ലുവിളിച്ച് PJ ജോസഫിൻ്റെ കൂടെ നിന്നു, ജോസഫിനെ കളിപ്പിച്ചു. കെ മാണിയുടെ പോയി കെ മാണിയെ വെല്ലുവിളിച്ചു, UDF-നെ വെല്ലുവിളിച്ചു, UDF നേതാക്കളെ വെല്ലുവിളിച്ചു. അവസാനം BJP-യിൽ അഭയം തേടിയിരിക്കുകയാണ്. രണ്ട് കക്ഷികൾക്കും വേണ്ട, രണ്ട് മുന്നണികൾക്കും വേണ്ട ജോർജിനെ. അതുതന്നെയാണ് നമ്മുടെ ബഹുമാന്യനായ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിലെ, ഈ ഉപതെരഞ്ഞെടുപ്പിലെ കേന്ദ്ര കഥാപാത്രമായ PV അൻവറിനും പറ്റിയിരിക്കുന്നത്. അൻവർ ആദ്യം ഇടതുപക്ഷ മുന്നണിയെ വെല്ലുവിളിച്ചു, പിണറായി വിജയനെ വെല്ലുവിളിച്ചു, ADGP-യെ വെല്ലുവിളിച്ചു. അങ്ങനെ സകല ശക്തികളെയും സകല കേന്ദ്രങ്ങളെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ വെല്ലുവിളിച്ചു. അവസാനം അദ്ദേഹം കളത്തിന് പുറത്തായി, MLA സ്ഥാനം രാജിവെച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ആഘോഷത്തോടെ ഐക്യജനാധിപത്യ മുന്നണി കയറാം. അപ്പോൾ VD സതീശനോട് കഴിഞ്ഞ മാസം കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ നിയമസഭയിലെ ഒരു ഭയങ്കര അടിയന്തര പ്രമേയം, അഴിമതി പ്രമേയം കൊണ്ടുവന്നത്. സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അതേ ആളാണ് അൻവർ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ ഘടകകക്ഷിയാവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവസാനം കോൺഗ്രസും അടിച്ച് പുറത്താക്കി. ഇന്നിപ്പോൾ എങ്ങുമില്ലാതെ അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് കേട്ടാൽ നമുക്ക് പോലും കരച്ചിൽ വരും. അതേപോലെയായി. അതാണ് ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. അവിടേക്കാണ്, ആ കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് അവിടെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ CPM വളരെ ശക്തമായി ഒരു ശക്തനായ കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് M സ്വരാജിനെ അവതരിപ്പിച്ചിരിക്കുന്നു. തീപാർന്ന പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. വളരെ വളരെ ശക്തമായ, വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സ്വരാജിന് കിട്ടിയിരിക്കുന്നത്. അത് ഗംഭീരമായൊരു യാത്ര, അതൊരു വലിയ തുടക്കമാണ്. തീർച്ചയായിട്ടും ഇടതുമുന്നണിക്ക് കിട്ടാവുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്. ഒപ്പം ഷൗക്കത്തും തീർച്ചയായിട്ടും നല്ലൊരു പോരാട്ടത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, നല്ലൊരു രാഷ്ട്രീയ മത്സരത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂരിൽ എന്ന് വേണം പറയാൻ. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഒരു ചോദ്യം കൂടി ഞാൻ ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാണുന്ന സൂചനകൾ അനുസരിച്ച് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരും എന്നാണ് മനസ്സിലാകുന്നത്. അൻവറിന് മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിലും അൻവറിനൊപ്പം ഇപ്പോൾ കുറച്ച് പേരൊക്കെ കൂടിയിട്ടുണ്ട്, അവർക്കും നിന്ന് പോകണം. മാത്രമല്ല അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില തീരുമാനങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ മത്സരിച്ചേക്കുമോ എന്നുള്ള ഒരു സൂചന അൻവറിനൊപ്പമുള്ളവർ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആ മത്സരം എന്ത് തരത്തിലുള്ള ഒരു മത്സരമായിരിക്കും നിലമ്പൂരിൽ കാഴ്ചവെക്കുക? അതൊന്ന്. രണ്ട്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു തീപാർന്ന പോരാട്ടത്തിലേക്ക് സ്വരാജ് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്നലെ മുതൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നിലമ്പൂർ മത്സരം എങ്ങനെ കാണണം ഉപതെരഞ്ഞെടുപ്പിനെ? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അൻവർ വിചാരിക്കുന്നുണ്ടാവാം, അൻവർ സ്വയം ഊതി വീർപ്പിച്ച് ഒരു വലിയ ബലൂണായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ആകാശത്തിലൊക്കെ ഹൈഡ്രജൻ ബലൂണുകളൊക്കെ പറപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേമാതിരി
സ്വയം ഊതി വീർപ്പിച്ചൊരു വലിയ ബലൂണായിട്ട് നിലമ്പൂരിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിലെ പത്രമാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ധാരണ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കേരള നിയമസഭയ്ക്കകത്ത് അംഗമായിരുന്നു അദ്ദേഹം. നിലമ്പൂരിൽ അദ്ദേഹത്തിന് വ്യക്തമായൊരു പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് രണ്ട് മുന്നണി ഇല്ലെങ്കിലും അവിടെ നിന്നിട്ട് ഒരു പക്ഷേ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. കേരളത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ ലാലെ. രണ്ട് മുന്നണികൾ, ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും രണ്ട് ശക്തി ദുർഗങ്ങളായിട്ട് നിലകൊള്ളുന്നു. അതിനിടയ്ക്ക് BJPക്ക് പോലും ഇവിടെ കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ നിയമസഭയിൽ ഒരൊറ്റ ആൾ പോലും BJPയെ പ്രതിനിധീകരിക്കാൻ, NDAയെ പ്രതിനിധീകരിക്കാൻ കേരള നിയമസഭയിൽ ഇല്ല എന്നോർക്കണം. ആ ഒരു സാഹചര്യം രണ്ട് ശക്തികൾ അങ്ങപ്പുറത്തും നിന്ന് തുല്യ ശക്തികളായിട്ട് പോരാടുമ്പോൾ അവിടെ മൂന്നാമതൊരു ശക്തിക്ക് യാതൊരു പ്രസക്തിയുമില്ല. കേരളത്തിലെ ജനങ്ങൾ, സാക്ഷരരായ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എന്തിനാണ് എൻ്റെ വോട്ട് വെറുതെ പാഴാക്കുന്നത്? എനിക്ക് തോന്നുന്നു അവിടെയും അതുതന്നെയായിരിക്കും സ്ഥിതി. നിലമ്പൂരിലെ സ്ഥിതി ഇതുതന്നെയായിരിക്കും. ഒരു വശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ M സ്വരാജ് മത്സരിക്കുന്നു, മറുവശത്ത് ആര്യാടൻ ഷൗക്കത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയിട്ട് മത്സരിക്കുന്നു. ഇതിനിടയ്ക്കൊരു മൂന്നാം സ്ഥാനാർത്ഥിയോ നാലാം സ്ഥാനാർത്ഥിയോ നിന്നാൽ യാതൊരു പ്രസക്തിയുമില്ലാതാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഈ ആര്യാടൻ ഷൗക്കത്തും ഒപ്പം M സ്വരാജും ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു തീപാർന്ന പോരാട്ടം എന്നുള്ളതാണല്ലോ എല്ലാവരും കൗതുകത്തോടു കൂടി ഉറ്റുനോക്കുന്നത്, ശ്രീ ജേക്കബ് ജോർജ്. അപ്പോൾ അതിനകത്ത് M സ്വരാജ് തികച്ചും CPMൻ്റെ പരമോന്നതനായ നേതാവാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, മുൻ MLA ആണ്. പലതരത്തിലിപ്പോൾ UDFൻ്റെ നേതാക്കൾ തന്നെ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ പറയുന്നുമുണ്ട്. അങ്ങനെയുള്ള M സ്വരാജും ഇപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം ഏത് തരത്തിലാണ് ഇത്രയും കാലം രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം. ഇവർ തമ്മിലാണിപ്പോൾ പോരാട്ടം നടക്കുന്നത് മുഖ്യമായി എന്ന് പറയുമ്പോൾ അത് ആ ഒരു രണ്ട് പേർ തമ്മിലുള്ള മത്സരത്തെ എങ്ങനെ കാണേണ്ടി വരും? ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ പറഞ്ഞാൽ. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ട് തുല്യ ശക്തികളാണ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും പിന്നിലുള്ളത്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ സ്വരാജിന് വലിയ ശക്തിയുണ്ട്. വ്യക്തിപരമായിട്ട് അദ്ദേഹം കരുത്തനായ ഒരു നേതാവാണ്. അതിന് അടിത്തറ പാകിയിരിക്കുന്നത് SFI, യുവജന സംഘടന DYFI, അതിലൂടെ വളർന്നു വന്ന് CPMൻ്റെ കേരളത്തിലെ പരമാധികാര എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക ബോഡിയായ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അദ്ദേഹം തിരുവനന്തപുരത്താണ്. സ്വാഭാവികമായിട്ടും ഒരു വലിയ ഭാവി മുന്നിൽ കാണാൻ നമുക്ക് എഴുതി ചേർക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, നന്നായിട്ട് പ്രസംഗിക്കാൻ ശേഷിയുള്ളയാൾ, ഉറക്കെ സംസാരിക്കാൻ ശേഷിയുള്ളയാൾ, ഏതാളിനോടും കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ച് ഏതാളെയും ഏത് നേതാവിനെയും ഏത് ശത്രു പാർട്ടികളിലെ ഏത് പ്രഗത്ഭനെയും മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് M സ്വരാജ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. അങ്ങപ്പുറത്ത് ഷൗക്കത്ത് അവിടെ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്. അവിടെ മുനിസിപ്പാലിറ്റി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായിട്ടുണ്ട്. വളരെ സെക്കുലറായ മതേതര നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്ന പിതാവ് ആര്യാടൻ മുഹമ്മദിനെ പോലെ ശക്തമായ നിലപാടുകളുള്ള, സെക്കുലർ നിലപാടുകളുള്ള ആര്യാടൻ ഷൗക്കത്ത് അന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദിൻ്റെ അത്രയും ഒരു വാശി, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒന്നും ഷൗക്കത്ത് മകൻ ആര്യാടനില്ല എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശക്തമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഉന്നതരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് വിശേഷാൽ ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. ലാൽ.